ദീപം FIS ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. ജാനുവരി 12, 2026 പ്രശസ്ത സിനിമാ നടനും TVK പാർട്ടി തലവനുമായ വിജയുടെ കരൂർ സംഭവത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBIയുടെ ഡൽഹി ആസ്ഥാനത്ത് അന്വേഷണത്തിന് എത്തുന്ന ദിവസമാണ്. ഇദ്ദേഹത്തിനോട് ചോദിക്കാനായി ഒരുപാട് ചോദ്യങ്ങളുമായി CBI അധികാരികൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇദ്ദേഹം എന്ത് മറുപടി പറയും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഒന്നാമത്, ഈ ജാനുവരി 12 തിങ്കളാഴ്ച ദിവസം തന്നെയാണ് വിജയുടെ ഏറ്റവും പുതിയ സിനിമയായ ജനനായകൻ്റെ സെൻസർ ബോർഡുമായുള്ള ചെന്നൈ ഹൈക്കോടതിയിൽ നീതി ലഭിക്കാതെ ആ സിനിമയുടെ നിർമ്മാണ കമ്പനി സുപ്രീം കോടതിയെ ആശ്രയിച്ചിരിക്കുന്നത്. ഈ കേസും 12 തന്നെയാണ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ കരൂർ സംഭവത്തിൻ്റെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഡൽഹിയിൽ എത്തുന്നുണ്ട്. CBI ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളാണ് മുൻനിർത്തിയിരിക്കുന്നത്. പ്രധാനമായി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്കാണല്ലോ പ്രോഗ്രാം ഏർപ്പാടാക്കിയിരുന്നത്, പിന്നെ എന്തുകൊണ്ട് വൈകിട്ട് 7 മണി വരെ ആക്കി എന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊരു ചോദ്യമാണെങ്കിൽ, നിയന്ത്രിക്കാനാവാത്ത ജനപ്രവാഹമാണ്, അതുകൊണ്ട് വാഹനം അകത്ത് പ്രവേശിക്കാൻ പാടില്ല, അത് കഴിവതും ഒഴിവാക്കുക എന്ന് പോലീസ് സേന അറിയിച്ചതായും അതിനെ വിജയ് തള്ളിക്കളഞ്ഞതായുമാണ് ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറോടുള്ള അന്വേഷണത്തിലൂടെ CBIക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതും ഒരു ചോദ്യമായിട്ട് വരും. പിന്നെ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു നോക്ക് കാണുവാൻ വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ആരാധകരും പൊതുജനങ്ങളും അവിടെ എത്തിച്ചേർന്നത്. ആ എത്തിച്ചേർന്ന ജനങ്ങൾ ഒരു കാരണവശാലും ആ പരിസരം വിട്ട് പുറത്തേക്ക് കടക്കാതിരിക്കാൻ വിജയുടെ പാർട്ടി സംഘടനയിൽ നിന്ന് തന്നെ വളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിച്ച് മനുഷ്യച്ചങ്ങല രൂപീകരിച്ചു എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ വരും. എന്തുകൊണ്ട് അത്തരം പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം ചെയ്തു? ലക്ഷക്കണക്കിന് ആരാധകരുള്ള നടനായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ടും താങ്കൾ എന്തുകൊണ്ട് ഇത്രയും ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറായില്ല? കുടിവെള്ളമായിട്ടും ടോയ്ലറ്റ് ഫെസിലിറ്റി ആയിട്ടും എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാക്കിയില്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നോ? എങ്കിൽ പോലീസിൻ്റെ മുന്നറിയിപ്പിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞത് എന്നൊക്കെ ചോദ്യത്തിനോടൊപ്പം തന്നെ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്, എന്തുകൊണ്ട് 64 ഡ്രോൺ ക്യാമറ പരത്തി എന്നായിരിക്കും. ആ ചോദ്യം വളരെ പ്രശസ്തമാണ്. അല്ലെങ്കിൽ ജനനായകൻ എന്ന സിനിമയുടെ ക്രൗഡ് ഷൂട്ട് ചെയ്ത് ആ സിനിമയിൽ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ? മുൻകൂട്ടി തീരുമാനിച്ച് സിനിമാ നിർമ്മാണ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ സംവിധായകനുമായിട്ട് സിനിമാ പ്രവർത്തകരുമായിട്ട് ഒത്തുകൊണ്ട് ചെയ്ത ഒരു ആസൂത്രണ പദ്ധതിയാണോ? എങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം എന്ത് മറുപടി പറയും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. അന്വേഷണത്തിൻ്റെ പൂർണ്ണരൂപം അന്വേഷണത്തിന് വിധേയനായ വിജയിൽ നിന്നും മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയും ലക്ഷം ജനങ്ങളെ ഒരിക്കലും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം അത്രയും ലക്ഷം ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഭക്ഷണ സൗകര്യങ്ങൾ കൊടുക്കുക, സാലറി ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവ്യമല്ല. എന്നാൽ ആ കിട്ടിയ ഒരു അവസരം, അല്ലെങ്കിൽ അടുത്ത പുള്ളി ആ ഇടയ്ക്കൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിലാണ്, ആഴ്ചയിലെ അവസാന ദിവസങ്ങൾ ശനി ഞായർ തുടങ്ങിയ ദിവസങ്ങളിലാണ് ഓരോ ജില്ലാ പര്യടനം നടത്തിക്കൊണ്ടിരുന്നത്. ആ കിട്ടിയ അവസരം സിനിമയ്ക്കും കൂടി വിനിയോഗിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം ചെയ്തതാണോ? പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയായിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഈ ജാനുവരി 12 തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അദ്ദേഹം പ്രതിയാകുമോ, അല്ലെങ്കിൽ നിരപരാധിയാകുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ജനനായകൻ ഉടൻ തന്നെ റിലീസ് തിയേറ്ററിൽ എത്തുമോ, അല്ലെങ്കിൽ സുപ്രീം കോടതി പറയുക, ചെന്നൈ ഹൈക്കോടതി പറഞ്ഞതാണ് ശരി, അപ്രകാരം നിങ്ങൾ 20 ശേഷം തുടർ അന്വേഷണം ചെന്നൈയിലെ ഹൈക്കോടതി തന്നെ നിങ്ങളിത് തുടർ അന്വേഷണത്തിന് വിധേയരാകുക എന്ന് തള്ളിക്കളയുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഏവർക്കും ആകാംക്ഷയോടെ മറുപടി കോടതിയിൽ നിന്നും അല്ലെങ്കിൽ CBI ആസ്ഥാന മന്ദിരത്തിൽ നിന്നും മറുപടി കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ ഏവരും, വിജയ് ഉൾപ്പെടെയുള്ള ആരാധകരായിട്ടും പത്രമാധ്യമങ്ങളായിട്ട് ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. താരരാജാവും TVK പാർട്ടി നേതാവുമായ ജനനായകൻ്റെ മുമ്പോട്ടുള്ള യാത്ര എന്താവും എന്നതിൻ്റെ പ്രധാന വിധി പ്രഖ്യാപന ദിവസം കൂടിയാണ് ഇന്ന്. CBI ആസ്ഥാന മന്ദിരത്തിൻ്റെയും സുപ്രീം കോടതിയുടെയും വിധിക്കായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നതിനൊപ്പം
വിജയെ പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.